ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു മഴയാത്ര ചെയ്യുന്ന മഹത്തായ ദിവസമാണ് കേട്ടോ ഇന്ന്. പക്ഷേ എന്റെ കയ്യിലിരിപ്പ് വളരെ നല്ലതായത് കാരണം എനിക്ക് പറ്റിയ ഒരു ആക്സിഡന്റിന്റെ റിസൾട്ട് ആണ് കേട്ടോ പരുത്ത് വെച്ച് കെട്ടി നീട്ട് വെച്ച ഈ കാല്. അതൊക്കെ പോട്ടെ ഗേൾസ്, നാസിക്കിൽ വെദർ ഈസ് വെദറിങ്. എന്ത് അടിപൊളിയാണെന്ന് പറയാൻ പറ്റാത്ത വിധം മാറിയിട്ടുണ്ട്. ഞാനും ദീപ്തിയും ബാക്കിൽ തണുത്ത് വിറയ്ക്കുമ്പോൾ പ്രണയും വിനയേട്ടനും ഫ്രണ്ടിൽ റൈഡ് ആസ്വദിക്കുകയാണ് കേട്ടോ. അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഞൊണ്ടി ലക്ഷ്യസ്ഥാനത്തെത്താൻ എനിക്ക് കുറച്ച് കൂടുതൽ സമയം വേണ്ടതുകൊണ്ട് ഞാൻ ആദ്യം ഇറങ്ങി നടന്നു. ഇതാണ് കേട്ടോ നമ്മൾ കാണാൻ വന്ന മ്യാൻമർ ഗേറ്റ്. ഇതിന് മുൻപ് നമ്മളിവിടെ വന്നിട്ടുണ്ട്. സോ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയണമെങ്കിൽ നമ്മുടെ പേജിൽ മുൻപിട്ട ഡീറ്റെയിൽഡ് വീഡിയോ കാണണം കേട്ടോ. ഒരു കാര്യം ഞാൻ പറയാം, ഈ ഗേറ്റ് തന്നെയാണ് ഇവിടുത്തെ മെയിൻ കാഴ്ച. അത്രയും അടിപൊളിയാണ്. ഉള്ളിൽ കയറിയ പിന്നെ ഒരു ഉദ്യാനം സെറ്റപ്പാണ്. അപ്പൊ ഞങ്ങൾ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തി. പ്രണയും വിനയേട്ടനാണെങ്കിൽ തകൃതിയായിട്ട് ഫോട്ടോസ് എടുക്കാം കേട്ടോ. മഴ കൂടുന്നതിന് മുന്നേ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ഇഗത്പൂരിയിൽ ഒരു ഡാമിന്റെ വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ പിന്നെ വിട്ടത്. ഇവിടെ ഈ വെള്ളക്കെട്ടും കോടയും പച്ചപ്പും ഒക്കെ ആസ്വദിക്കാൻ ഞങ്ങളെപ്പോലെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ഇടയിൽ എനിക്ക് തന്നെ ചിലപ്പോൾ ഡൗട്ട് വരും, എൻ്റെ കാലിനാണ് പ്രശ്നമെങ്കിൽ ഈ ദീപ്തി എന്തിനാ എന്നെക്കാളും സൂപ്പറായിട്ട് ഞൊണ്ടി നടക്കുന്നതെന്ന്. നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. എനിക്കറിയാൻ പാടില്ല എന്തൊക്കെയാണ് പറയേണ്ടതെന്ന്. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഭംഗിയുടെ 1% പോലും വീഡിയോയിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. നട്ടുച്ചയ്ക്കാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ്. ഇവിടെ നിൽക്കുമ്പോൾ സമയം പോണത് അറിയുന്ന കൂടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വരുമ്പോൾ ഈ മലയൊക്കെ ഇവിടെ നന്നായിട്ട് കാണാമായിരുന്നു. പോവാറായപ്പോഴേക്ക് കോട കാരണം എല്ലാം മൂടിപ്പോയി. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് തണുപ്പിനെയും വിശപ്പിനെയും ഒരുമിച്ച് അതിജീവിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ ദാദിയുടെ കടയിൽ കയറിയിട്ട് നല്ല ചൂട് ഇഞ്ചിച്ചായയും ബജിയും കഴിച്ചു. എന്നിട്ട് നേരെ അടുത്ത സ്ഥലത്തേക്ക് വിട്ടു കേട്ടോ. ഇത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിനടുത്തുള്ള സ്ഥിരം ഈവനിങ് സ്പോട്ടാണ്. പക്ഷേ ഓരോ തവണ വരുമ്പോഴും നമുക്ക് ആദ്യമായിട്ട് വരുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആട്ടോ. 2 ഭൂതപ്രേത പിശാചുക്കൾ കാടനും മാടനും ചുറ്റും വിൻമില്ലൊക്കെ ആയതുകൊണ്ട് എപ്പോഴും ഇവിടെ ഭയങ്കര കാറ്റാണ്. ആ കാറ്റത്തെ കുൽസിതങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ പറയാൻ ഇത്രയേ ഉള്ളൂ. നാസിക് ഇപ്പോൾ അടിപൊളിയാണ്. ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടെങ്കിൽ വേഗം വാട്ടോ. ശരി, എന്നാ അടുത്ത മുறை സന്ധിക്കും വരെ വണക്കം. ബൈ.